ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ശരിക്കും നല്ല പഞ്ഞി പോലത്തെ ഒരു അപ്പം തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഏത് കറിയുടെ കൂടെയും നല്ല രുചിയാണ് ഇത് കഴിക്കാൻ. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു അപ്പം റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായി നമ്മൾ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് 4-5 വട്ടം നന്നായിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഇപ്പം നമ്മൾ അരിയും ഉഴുന്നും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കുതിരാൻ ആവശ്യമായ വെള്ളം, അരിയുടെയൊക്കെ കുറച്ച് നല്ലപോലെ മുകളിൽ നിൽക്കുന്നത് പോലെ വെള്ളം ഒഴിച്ച് നമുക്കിതൊരു 3-4 മണിക്കൂർ അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് അരി കുതിർന്ന് വന്നിട്ടുണ്ട്. മിക്സിയുടെ വലിയ ബൗളിലേക്ക് നമുക്കിത് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് അരച്ചെടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തേങ്ങായും 1/2 കപ്പ് ചോറും, വെളുത്ത ചോറോ മട്ട അരിയുടെ ചോറോ എടുക്കാം. അത് 2 പ്രാവശ്യമായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഒരുവിധം നന്നായിട്ട് വെള്ളം വേണം. ദോശമാവിനേക്കാളിലും കുറച്ചുകൂടെ ലൂസായിട്ട് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർക്കണം. അപ്പം ആദ്യം അരച്ചത് ഞാൻ വലിയൊരു ബൗളിലേക്ക് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ടിത് പൊങ്ങി വരുന്നത് കൊണ്ട് വലിയൊരു ചരുവത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി രണ്ടാമത്തെ ബാക്കി അരിയും ചോറും തേങ്ങായും അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ബാക്കിയുള്ള അരിയും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. തരിയില്ലാതെ അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവും കൂടെ നമുക്ക് ആദ്യം നമ്മൾ ഒഴിച്ചു വെച്ച ആ ബാറ്ററിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ബാറ്ററിൻ്റെ ലൂസ് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാം ദോശമാവിനെക്കാട്ടിലും ഇത് ഇച്ചിരി കുറുകി ഇരിക്കുന്ന മാവാണ്. കുറച്ച് വെള്ളം കൂടെ വേണം. അരച്ച ബൗളിലേക്ക് തന്നെ ഒരു കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മാവ് നല്ല ലൂസായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് 3-4 മണിക്കൂർ വയ്ക്കാം. ഇടയ്ക്കിതൊന്ന് തുറന്ന് നോക്കണം. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഇത് പതിഞ്ഞ് പൊങ്ങി വരും. ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് തന്നെ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി ആ വലിയ പാത്രത്തിൻ്റെ മുകൾ വരെ വന്ന് നിൽപ്പുണ്ട്. നമുക്ക് മെല്ലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അത്ര പെട്ടെന്നൊന്നും ഇതിൻ്റെ പത അടങ്ങി പോകത്തില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇറച്ചിക്കറിയുടെ കൂടെയോ ചിക്കൻ കറി, ബീഫ് അല്ലെങ്കിൽ കടലക്കറിയുടെയൊക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ ഇത്രയും മധുരം ചേർത്താൽ മതി. അല്ല ഇനി ഈവനിങ് സ്നാക്കായിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ കൂടുതൽ മധുരം ചേർക്കാം. അപ്പം ചെറിയ കിണ്ണത്തിൽ ഇത് പുഴുങ്ങിയെടുക്കുന്നതാണ് കാണാൻ ഭംഗി. അപ്പോൾ ചെറിയ ബൗളിൽ നന്നായിട്ട് എണ്ണമയം പുരട്ടി സ്റ്റീമറിൽ വെള്ളം വെട്ടിത്തിളയ്ക്കുമ്പോൾ ആ ബൗളൊന്ന് വെച്ച് ബൗളൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ. മാവൊരു ആ ചെറിയ കിണ്ണത്തിൻ്റെ 1/4 ഭാഗം വരെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ടിത് കുക്കാകും. ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെയൊന്ന് വിടുവിച്ച് എടുത്താൽ നമുക്കിതെടുക്കാൻ വളരെ എളുപ്പമാണ്. ശരിക്കും നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ്. പഞ്ഞിയപ്പം എന്ന് നമുക്കിതിനെ വിളിക്കാം. അതുപോലെ പഞ്ഞിയപ്പമാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.